ഹായ് ഫ്രണ്ട്സ്, ത്യാഗേലിയസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു ഹൊറർ ത്രില്ലർ സ്റ്റോറിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ വാരപ്പെട്ടി എഴുതിയ കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ 9ാമത്തെ പാർട്ട് പറയുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾ ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കേട്ടതിന് ശേഷം ഇതും കേൾക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഒരു നല്ലൊരു ഹൊറർ ത്രില്ലർ സ്റ്റോറിയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. കരിമ്പനക്കുന്ന് പാർട്ട് 9. അയാളുടെ ചെവിയിൽ ഒരു നിലവിളി മുഴങ്ങി. ഹോസ്റ്റലിൻ്റെ കുറച്ചു മാറി നിന്നിരുന്ന കാറ്റാടി മരം മെല്ലെ ഇളകാൻ തുടങ്ങി. അതിനു ചുറ്റും ചെറിയ ഇലകളും മണ്ണും ചൂഴിയിലെന്ന പോലെ കറങ്ങി കാറിൻ്റെ നേരെ അടുത്തു വന്നുകൊണ്ടിരുന്നു. മേരിയുടെ മുഖത്തേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. അതെങ്ങനെ സംഭവിക്കും മേരി? അവൾ അലീന വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതല്ലേ? ജേക്കബ് ചോദിച്ചു. മേരി സീറ്റിൽ ചാരി കിടന്നുകൊണ്ട് പറഞ്ഞു, അറിയില്ല എനിക്ക്. അന്ന് രാത്രി ഞാൻ അനുഭവിച്ചത് പറഞ്ഞാൽ മനസ്സിലാകില്ല. പിറ്റേന്ന് രാവിലെ അവൾ വീണ്ടും മുന്നിൽ വന്നപ്പോൾ എൻ്റെ ജേക്കബ് സാറേ, എൻ്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. അപ്പോഴാണ് ഞാൻ അവളെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ശരിക്കും അലീന തന്നെയാണ് അവൾ. ആ മുടി മാത്രം ചുരുണ്ടതല്ല എന്ന് മാത്രം. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. ആ നോട്ടം, നടത്തം, മുഖം എല്ലാം. ജേക്കബ് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ കാറിൻ്റെ ചുറ്റും ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. മേരി ഇരുന്ന ഭാഗത്തെ ഗ്ലാസ് താഴ്ത്തിയിട്ടതുകൊണ്ട് ഇലകളും മണ്ണും കാറിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറി. ജേക്കബ് വേഗം തന്നെ ഗ്ലാസ് ഉയർത്തി. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഹോസ്റ്റൽ കഴിഞ്ഞ് കാർ മുന്നോട്ട് നീങ്ങി. ജേക്കബ് എന്തോ ആലോചനയിലായിരുന്നു. മേരി അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സാർ, എന്തെങ്കിലും ചെയ്യണം. അറിഞ്ഞോ അറിയാതെയോ അലീനെ നമ്മളും ദ്രോഹിച്ചിട്ടുണ്ട്. അവൾ തിരിച്ചു വന്നത് എന്തോ ഉറപ്പിച്ചുകൊണ്ടാണ്. ജേക്കബ് മേരി ഒന്ന് നോക്കി. വീണ്ടും റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്ത് അസംബന്ധമാണ് പറയുന്നത് മേരി? അവൾ നമ്മളെ എന്തു ചെയ്യാനാണ്? ആ കുട്ടിക്ക് അലീനയുടെ രൂപമുണ്ട് എന്ന് കരുതി അലീനയാകില്ല. ആളുകൾക്ക് ചിലപ്പോൾ രൂപസാദൃശ്യമുണ്ടാകും. അത് പുനർജന്മം എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? നീ വെറുതെ പേടിക്കുകയാണ്, ജേക്കബ് പറഞ്ഞു. മേരി അത് കേട്ടപ്പോൾ കുറച്ചു സമയം മിണ്ടാതെ ഇരുന്നു. മേരിയെ നോക്കിക്കൊണ്ട് ജേക്കബ് വീണ്ടും പറഞ്ഞു, ശരി, നിനക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണേൽ ഞാൻ നിന്നെ അവിടെ നിന്ന് മാറ്റട്ടെ. അപ്പോൾ പിന്നെ പ്രശ്നം തീരുമല്ലോ. മേരി അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രശ്നം തീരില്ല. എനിക്കന്ന് നമ്മൾ കാണാൻ പോയ ആളെ ഒന്നുകൂടി കാണണം. കണ്ടേ പറ്റൂ. ഇന്ന് വേണ്ട, നാളെ രാവിലെ തന്നെ പോകാം. വൈകുന്നേരം ഹോസ്റ്റലിൽ തന്നെ വേണം ഞാൻ. ജേക്കബ് ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, പോയേക്കാം. നിനക്ക് വേണ്ടിയാണ് കേട്ടോ. നാളെ രാവിലെ കട്ടപ്പനയ്ക്ക് പോരെ, ഞാൻ അവിടെ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഓരോ ചായ കുടിച്ച് പിരിയാം. പിന്നെ ഹോസ്റ്റലിൽ വരുമ്പോൾ ആ കുട്ടിയെ ഒന്ന് കാണണം. അത് കേട്ടപ്പോൾ മേരി ആശ്വാസത്തോടെ പറഞ്ഞു, തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ വിളിക്കാം ആ കുട്ടിയെ. ഒന്ന് കണ്ടു നോക്ക്. ഈ സമയം ഹോട്ടൽ റൂമിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഓരോ ചായ വരുത്തിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹരിയും അലക്സും. ഹരി, ഇനി എന്താ നിന്റെ പ്ലാൻ? നിന്റെ കൂട്ടുകാരിയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു ചെല്ലാനുള്ളതാണ്, അലക്സ് പറഞ്ഞു. ഹരി ചായ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് മേശയിൽ വെച്ചുകൊണ്ട് അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മുന്നോട്ട് ഒരു വഴി കാണുന്നില്ല. പക്ഷേ ആ പഴയ പള്ളി ഇരുന്ന സ്ഥലം ഇപ്പോൾ ഒരു ഹോസ്റ്റലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ഒന്ന് പോകാം. അതിനു മുമ്പ് ഗോമസ് ഫാദറിനെ ഒന്നുകൂടി കാണണം. പെട്ടെന്ന് ഹരിയുടെ മൊബൈൽ റിംഗ് ചെയ്തു. കട്ടിലിൽ കിടന്ന ഫോൺ കൈ എത്തിച്ചുകൊണ്ട് ഹരി എടുത്തു. അലക്സ് വീട്ടിൽ നിന്ന് അച്ഛനാണ്. ഹലോ അച്ഛാ, ഞാൻ കട്ടപ്പനയാണ്. അലക്സിൻ്റെ കൂടെ ഒരാവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോന്നതാണ്. അങ്ങേ തലക്കിൽ നിന്ന് മുഴക്കമുള്ളൊരു ശബ്ദം മുഴങ്ങി. മോനെ ഹരി, അച്ഛൻ നിന്നെ വിളിച്ചത് ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ്. നീ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ദേവരൂപം കെട്ടി ആടിക്കൊണ്ടിരിക്കുന്ന അസുരജന്മം കൂടിയുണ്ട്. സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. കാരണം നീ പോകുന്ന വഴി നിന്നെ കാത്തിരിക്കുന്ന ഒരാൾ ആരുടം മറച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.
അതിൻ്റെ കാര്യകാരണങ്ങൾ നീ കരുതുന്ന പോലെയല്ല. വഴിയിൽ നിന്റെ പ്രതിയോഗികൾ ഒന്നല്ല, രണ്ടാണ്. ചക്രവ്യൂഹം തകർത്ത അഭിമന്യു മരണമായിരുന്നു വിധി, അതും ചതി കൊണ്ടുള്ള മരണം. നിനക്ക് സഹായമായി 2 പേർ കൂടി എത്തും. അതിൽ ഒരാൾക്ക് മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ. എന്തായാലും അച്ഛൻ കൂടെയുണ്ട്. പരദേവതകൾ നിന്നെ കാത്തോളും. ഫോൺ കട്ടായി. ഹരി ഫോൺ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അലക്സിനെ നോക്കി. അലക്സ്, കാര്യങ്ങൾ മിക്കവാറും ഒരു തീരുമാനമായേക്കും. നമുക്ക് ഗോമസ് ഫാദറിനെ കാണാൻ പോകാം. അവർ വേഗം തന്നെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. സമയം 6 മണി കഴിഞ്ഞു. ഹോസ്റ്റലിൽ ആതിരയുടെ ഫോൺ റിംഗ് ചെയ്തു. ആതിര കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. സുറുമി കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോൺ എടുത്തു നോക്കി കൊണ്ടുറക്കെ പറഞ്ഞു, ആതിര, നിന്റെ ഉണ്ണിയേട്ടനാണ് വിളിക്കുന്നത്, എന്തു പറയണം? ആതിര ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറ. സുറുമി ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹലോ, ആതിര കുളിക്കുകയാണ്, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. എന്ത്, ഇവിടെ വന്നു എന്നോ? പുറത്തുണ്ടോ? വരുന്നു. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് സുറുമി ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, എടി കള്ളി, നീ നിന്റെ ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലേ? ഇതൊക്കെ എപ്പോ സംഭവിച്ചു കൊച്ചേ? ആതിര പെട്ടെന്ന് ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ണിയേട്ടൻ ഇവിടെ വന്നു എന്നോ? സത്യമായി എനിക്കറിയില്ല സുറുമി. എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചേർക്കാൻ അച്ഛന്റെ കൂടെ വന്നതല്ലേ, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ആതിര തലയിൽ കെട്ടിവെച്ച തോർത്തെടുത്ത് മുടി കുടഞ്ഞുകൊണ്ട് സുറുമിയെ നോക്കി. സുറുമി ഒരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിന്നെ കണ്ടാൽ ഞങ്ങളുടെ പെൺകുട്ടിയാണെന്ന് തോന്നും. ഒരു തട്ടം കൂടി ഇട്ടാൽ കറക്റ്റ് ആകും. നിനക്ക് ഉണ്ണിയേട്ടൻ ഉള്ളത് കൊണ്ടാണ്, അല്ലേൽ എൻ്റെ ഇക്കാക്ക നിന്നെ കെട്ടിയേനെ. ആതിര സുറുമിയുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാലോ മോളെ, തൽക്കാലം എന്നെ ഉണ്ണിയേട്ടൻ കെട്ടിയാൽ മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, വിസിറ്റിംഗ് ഹാളിൽ ഇരിക്കാനല്ലേ വന്നവർക്ക് അവകാശമുള്ളൂ. സുറുമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ തന്നെ പോയി സൊള്ളണ്ട, ഞങ്ങൾ കൂടി വരും, അല്ലേ ഐശ്വര്യ? ഐശ്വര്യ വേഗം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, വാ പോയി നോക്കാം ഇവരുടെ റൊമാൻസ്. 3 പേരും കൂടി റൂമിന്റെ പുറത്തേക്ക് നടന്നു. വിസിറ്റിംഗ് ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. ആതിര സുറുമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എടി കൊച്ചേ, നീ വെറുതെ പറഞ്ഞതാണോ? എങ്കിൽ നിനക്ക് കിട്ടും, നോക്കിക്കോ. സുറുമി ആതിരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലടി, റബ്ബാണ് സത്യം. ഞങ്ങൾ പോയി ഫോൺ എടുത്തുകൊണ്ട് വരാം, നീ ഇവിടെ നിൽക്ക്. സുറുമിയും ഐശ്വര്യയും കൂടി റൂമിലേക്ക് പോയി. ആതിര പുറത്തേക്കിറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. നേരം ഇരുട്ടിത്തുടങ്ങി. പെട്ടെന്ന് അവിടേക്കൊരു കാർ വന്നു. ആതിരയുടെ തൊട്ടുമുന്നിൽ കാർ വന്നു നിന്നു. കാറിൽ ഇരുന്നു കൊണ്ട് ജേക്കബ് ആതിരയെ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം അയാളുടെ നെഞ്ചിൽ ഒരു പിടച്ചിലുണ്ടായി. അതെ, മേരി പറഞ്ഞത് സത്യമാണ്, അലീന തന്നെയാണ് മുന്നിൽ. കാറിൽ നിന്ന് മേരിയും ജേക്കബും ഇറങ്ങി. മേരി ആതിരയുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു, എന്താ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്? ആതിര അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. വിസിറ്റിംഗ് റൂമിൽ നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയതാണ് മാം. ഹലോ, അവളെ ഒന്നും പറയണ്ട, ഞാൻ ഇവിടെയായിരുന്നു. കുറച്ചു മാറി ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിരഞ്ജൻ കയറി വന്നു. ആതിര അവനെ കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്നു. നിരഞ്ജൻ ജേക്കബിനെയും മേരിയുടെയും മുന്നിൽ വന്ന് നിന്നു. അടുത്ത നിമിഷം ജേക്കബ് അറിയാതെ കാറിലേക്ക് ചാരിയിരുന്നു പോയി. മേരി ഒന്നേ നോക്കിയുള്ളൂ. അടുത്ത നിമിഷം അവർ ബോധം നശിച്ച് നിലത്തേക്ക് കുഴഞ്ഞു വീണു. ജേക്കബ് വെട്ടി വിയർത്തു തുടങ്ങി. ഇത് മുഹമ്മദ് അല്ലേ? മുഹമ്മദ് ഏലിയാസ്. കരിമ്പനക്കുന്നിൽ നിന്ന് കൂട്ടത്തോടെ കടവാവലുകൾ ഹോസ്റ്റൽ ലക്ഷ്യം വെച്ച് പറക്കാൻ തുടങ്ങി. ആതിരയുടെ മുഖഭാവം മെല്ലെ മാറാൻ തുടങ്ങി. ആതിര ജേക്കബിന്റെ നേരെ ഒന്ന് നോക്കി ചിരിച്ചു. അപ്പോഴേക്കും സുറുമിയും ഐശ്വര്യയും അത് കണ്ട് ഓടിവന്ന് മേരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിരഞ്ജൻ ആതിരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് നോക്കി നിന്നു. നിരഞ്ജന്റെ സ്പർശനം ഏറ്റപ്പോൾ തന്നെ ആതിര മയക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ ചുറ്റും നോക്കി. അയ്യോ, ഇതെന്തു പറ്റി? സുറുമിയെ നോക്കിക്കൊണ്ട് ആതിര ചോദിച്ചു.
ഐശ്വര്യ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അറിയില്ല, നിന്റെ മുന്നിലല്ലേ മേട്രൻ വീണത്, എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു. സുറുമിയും ഐശ്വര്യയും കൂടി മേരിയെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ഒന്നാലോചിച്ച് നിന്നിട്ട് ആതിര നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉണ്ണിയേട്ടാ, ഞാൻ അകത്തേക്കൊന്ന് ചെല്ലട്ടെ, വേഗം വരാം. അത് കേട്ട് നിരഞ്ജൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ആതിര അകത്തേക്ക് കയറിപ്പോയി. കരിമ്പനക്കുന്നിൽ നിന്ന് വന്ന കടവാവൽ കൂട്ടങ്ങൾ ഒന്നോടെ ഹോസ്റ്റലിന്റെ സൈഡിൽ നിൽക്കുന്ന കാറ്റാടി മരത്തിന്റെ ചില്ലകളിൽ തൂങ്ങിക്കിടന്നു. അവ യാതൊരുവിധ ശബ്ദങ്ങൾ പോലും ഉണ്ടാക്കിയില്ല. നിരഞ്ജൻ ജേക്കബിന്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹലോ, ഞാൻ നിരഞ്ജൻ മേനോൻ. ഇവിടെ എൻ്റെ ഗുഡ്ബി പഠിക്കുന്നുണ്ട് ആതിര. അവളെ കാണാൻ വന്നതാണ്. ജേക്കബ് നിരഞ്ജനെ തന്നെ നോക്കിക്കൊണ്ട് അറിയാതെ കൈ നീട്ടി. നിരഞ്ജൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ പരിചയപ്പെടുത്തിയില്ല. ജേക്കബ് ഒന്ന് ഞെട്ടിക്കൊണ്ട് മെല്ലെ പറഞ്ഞു, ഞാൻ ജേക്കബ്, ഇവിടെയുള്ള മേട്രൻ എൻ്റെ ബന്ധുവാണ്. അവരെ കാണാൻ വന്നതായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ആതിര വന്നു നിന്നു. കുഴപ്പമില്ല, ഒരു തലകറക്കം തോന്നി എന്ന് മേട്രൻ പറഞ്ഞത് അവൾ നിരഞ്ജന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജേക്കബ് അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ അല്ലേ? മേരിയോട് ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. അയാൾ കാറിലേക്ക് കയറിയിരുന്നു. ഡോർ അടച്ചുകൊണ്ട് വീണ്ടും അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കാർ അവിടെയിട്ട് തിരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ കാറ്റാടി മരത്തിലിരുന്ന കടവാവലുകൾ മെല്ലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. കാർ അവിടെ നിന്ന് പോയപ്പോൾ തന്നെ നിരഞ്ജൻ ആതിരയെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആതിര അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കൊണ്ടുവന്ന് ചിരിച്ചു. എന്താ, എന്നെ സ്വപ്നം കണ്ടോ ഉണ്ണിയേട്ടൻ? അതോ ഞാൻ അവധിക്ക് വരാത്ത കാരണം കാണാൻ വന്നതോ? ആതിരയുടെ നീണ്ട മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് നിരഞ്ജൻ മെല്ലെ പറഞ്ഞു, എൻ്റെ പെണ്ണിനെ സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ എനിക്ക്? ആതിരയുടെ മുഖം ചുവന്നു. നിരഞ്ജൻ അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് മെല്ലെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ കാത്തിരുന്ന് മടുത്തു തുടങ്ങി. പിന്നെ നിന്നെ കാണാതെ എത്ര ദിവസം ഇരിക്കാൻ കഴിയും? അതുകൊണ്ട് ഓടി വന്നതല്ലേ ഞാൻ. ഹലോ, അപ്പോൾ രണ്ടിനും റൊമാൻസ് ഒക്കെ അറിയാം അല്ലേ? അവിടേക്ക് വന്ന സുറുമിയും ഐശ്വര്യയും അവരെ നോക്കി പറഞ്ഞു. ആതിര പെട്ടെന്ന് നാണത്തോടെ നിരഞ്ജന്റെ പിറകിൽ ഒളിച്ചു നിന്നു. അയ്യോ, എന്തൊരു നാണം പെണ്ണിന്! ഐശ്വര്യ ആതിരെ നിരഞ്ജന്റെ പുറകിൽ നിന്ന് തങ്ങളുടെ അടുത്തേക്ക് വലിച്ചു. നിരഞ്ജൻ ഒന്ന് ചമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, കുറച്ച് ദിവസമായി കണ്ടിട്ട് അതിൻ്റെ ഒരു സുറുമി അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ആയിക്കോട്ടെ, പക്ഷെ മേട്രിൻ പറഞ്ഞു നിരഞ്ജനോട് പോയിക്കൊള്ളാൻ. ഇപ്പോൾ സമയം 7 മണിയായി. ഇനി സന്ദർശനമില്ല. ഞങ്ങൾ മാറിത്തരാം. 5 മിനിറ്റ് നിന്ന് സൊള്ളിക്കോ, എന്നിട്ട് ഈ കൊച്ചിനെ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് പൊക്കോ, കേട്ടോ? സുറുമിയും ഐശ്വര്യയും കൂടി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ആതിര നിരഞ്ജന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, അവൾ ഇനി എന്നെ ഇട്ട് പൊരിക്കും. ഉണ്ണിയേട്ടൻ കാറിലല്ലേ വന്നത്, പൊക്കോ വേഗം. നിരഞ്ജൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, പോകാം. നിന്നെ കാണണമെന്ന് തോന്നി പെട്ടെന്ന്, അതാണ് വിളിച്ചു പറയാതെ വന്നത്. പിന്നെ കട്ടപ്പന എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഹരിനാരായണൻ. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഹരിയെക്കുറിച്ച്? അവനെ ഒന്ന് കാണണം. ആദ്യം തൻ്റെ അടുത്ത് വന്നിട്ട് വേണം അവനെ കാണാൻ. ആതിര ഹോസ്റ്റലിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ണിയേട്ടൻ ഇനി ഇവിടേക്ക് വരണ്ട. 3 മാസം കഴിഞ്ഞ് ക്ലാസ് തീരുവാണല്ലോ. പിന്നെ ഞാൻ അവിടെ തന്നെ അല്ലേ? നിരഞ്ജൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, 3 മാസമോ 3 ജന്മമോ കാത്തിരിക്കും ഞാൻ നിനക്ക് വേണ്ടി. ആതിര അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു. നിരഞ്ജൻ അവളെ തന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പറഞ്ഞു, കയറിപ്പൊക്കോ, താൻ പോയിട്ട് ഞാൻ പോയിക്കൊള്ളാം. ആതിര അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഹോസ്റ്റലിന്റെ വാതിൽക്കൽ ചെന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി. കൈകൊണ്ട് പൊക്കോ എന്ന് ആംഗ്യം കാണിച്ചു. നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതേ സമയം ജേക്കബ് കരിമ്പനക്കുന്നിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് കാർ ഒതുക്കി. കാറിൻ്റെ ഉള്ളിലെ AC-യിലെ തണുപ്പിലും ജേക്കബ് വെട്ടി വിയർത്തുകൊണ്ടിരുന്നു. ഹോ കർത്താവേ, എന്തൊരത്ഭുതമാണ്! മരിച്ചുപോയവർ അതേ സ്ഥലത്ത് ഒരേപോലെ ഒരുമിച്ച് നിൽക്കുക. എന്തൊരത്ഭുതമാണിതൊക്കെ! മേരി പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമായി. നാളെ തന്നെ പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ... പെട്ടെന്ന് കാറിന്റെ ഗ്ലാസ്സിൽ വലിയൊരു കടവാവൽ വന്നിരുന്നു. അതിന്റെ ചിറകുകൾ വിടർത്തിയപ്പോൾ കാറിന്റെ ചില്ലിന്റെ നീളമുണ്ടായിരുന്നു. പെട്ടെന്ന് മറ്റൊരു വാവൽ കൂടി വന്ന് ഗ്ലാസ്സിലിരുന്നു. പിന്നെ 100 കണക്കിനായിരുന്നു വാവൽ വന്നുകൊണ്ടിരുന്നത്. കാർ മുഴുവൻ വവ്വാൽ വന്നിരുന്നു.
പൊതിഞ്ഞു. കാറിന്റെ ഗ്ലാസ് കയറ്റിയിട്ടത് നന്നായി എന്ന് അയാൾ ഓർത്തു. പെട്ടെന്ന് കാറിന്റെ മുന്നിലെ ഗ്ലാസ് ഒന്ന് വിരിഞ്ഞ പോലെ കീറി. ജേക്കബ് ഞെട്ടലോടെ ഗ്ലാസ്സിലേക്ക് നോക്കി. ഗ്ലാസ് പൊട്ടിയാൽ അവ അകത്തേക്ക് കയറും എന്ന് അയാൾ ഓർത്തു. അടുത്ത നിമിഷം കാർ മെല്ലെ അനങ്ങാൻ തുടങ്ങി. ആരോ പിടിച്ച് കുലുക്കുന്ന പോലെയാണ് അയാൾക്ക് തോന്നിയത്. അടുത്ത നിമിഷം കാറിന്റെ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വവ്വാലുകൾ സൈഡിലേക്ക് ഒതുങ്ങി, ആർക്കോ വഴിയൊരുക്കുന്ന പോലെ. ജേക്കബ് തൻ്റെ ഹൃദയം പേടികൊണ്ട് മിടിച്ചു പുറത്തേക്ക് വരുന്ന പോലെ തോന്നി. അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് മെഴിഞ്ഞു. അടുത്ത നിമിഷം കാറിന്റെ ഗ്ലാസ്സിൽ ഒരു കൈ വന്ന് പതിഞ്ഞു. ജേക്കബ് സീറ്റിലേക്ക് അറിയാതെ ചാരിയിരുന്നു പോയി. അടുത്ത നിമിഷം അയാൾ ഇട്ടിരുന്ന സീറ്റ് ബെൽറ്റ് മുറുകാൻ തുടങ്ങി. ജേക്കബ് കൈകൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ അത് ലോക്ക് വിട്ടില്ല. ബെൽറ്റ് നെഞ്ചിലും വയറിലും മുറുകി തുടങ്ങി. ജേക്കബിന് ശ്വാസം കിട്ടാതെ പുളയാൻ തുടങ്ങി. പെട്ടെന്ന് ഗ്ലാസ് ചില്ലയിലേക്ക് ഒരു മുഖം ഉയർന്നു വന്നു. ജേക്കബ് കിതച്ചുകൊണ്ട് അവിടേക്ക് നോക്കി. ആ മുഖം കണ്ടപ്പോൾ അയാൾ വിറച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, മുഹമ്മദ് ഏലിയാസ്. ഇതേ സമയം അവിടേക്ക് ഒരു കാർ അടുത്തുകൊണ്ടിരുന്നു. കാറിൽ ഇരുന്നു കൊണ്ട് അലക്സ് ഹരിയോട് പറഞ്ഞു, നോക്ക് ഹരി, ഒരു കാർ ആക്സിഡന്റ് ആയെന്ന് തോന്നുന്നു. കാറിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ഹരി മുന്നോട്ട് സൂക്ഷിച്ചു നോക്കി. ആ ചെറുപ്പക്കാരനെ കണ്ട് നല്ല പരിചയമുണ്ട്. അലക്സിന്റെ കാർ ജേക്കബിന്റെ കാറിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഈ സമയം കാറിന്റെ ഉള്ളിലേക്ക് നോക്കി കൈകൊണ്ട് ജേക്കബിനോട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയായിരുന്നു നിരഞ്ജൻ. ജേക്കബ് കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു. തന്റെ മരണം അടുത്തെന്ന് തന്നെ അയാൾക്ക് തോന്നി. അലക്സിന്റെ കാറിൽ നിന്ന് ഹരിനാരായണൻ ഇറങ്ങി. പിന്നെ ഉറക്കെ വിളിച്ചു, ഏയ് നിരഞ്ജൻ, താനെന്താ ഇവിടെ? നിരഞ്ജൻ തിരിഞ്ഞു നോക്കി. ഹരിയെ കണ്ടപ്പോൾ അവൻ അത്ഭുതത്തോടെ പറഞ്ഞു, എടാ ഹരി, നീ എന്താ ഈ വഴി? അലക്സ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, കൂട്ടുകാർ പരസ്പരം ചോദ്യം ചോദിച്ചു കളിക്കാതെ ഈ കാറിന് എന്താ പറ്റിയതെന്ന് പറയൂ. കാറിന്റെ ഉള്ളിലിരുന്ന ജേക്കബ് മെല്ലെ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി. വാവലുകൾ പോയിരിക്കുന്നു. പുറത്ത് വേറെയും 2 ആളുകൾ നിൽക്കുന്നത് കാണാം. ജേക്കബ് വീണ്ടും സംശയത്തോടെ ഒന്ന് നോക്കി. മറ്റു 2 പേരിൽ ഒരാളെ പരിചയമുണ്ട്. പെട്ടെന്ന് ജേക്കബ് ഓർത്തു, അലക്സ് ഫാദർ, കോതമംഗലം പള്ളി വികാരി. ഉടനെ തന്നെ അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അയാളെ കണ്ടപ്പോൾ തന്നെ അലക്സ് പറഞ്ഞു, ജേക്കബ് സാറാണല്ലോ ഇത്. ജേക്കബ് മുന്നോട്ട് വന്ന് അലക്സിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ചോ, കർത്താവ് അയച്ചതാണ് ഇപ്പോൾ ഇവിടേക്ക്, അല്ലെങ്കിൽ ഞാൻ. അത് കേട്ടപ്പോൾ അവർ 3 പേരും ജേക്കബിനെ നോക്കി. എന്താ ഇയാൾ പറയുന്നത് എന്ന അർത്ഥത്തിൽ. അലക്സ് അയാളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സാർ വല്ലാതെ ഭയപ്പെട്ടു പോയെന്ന് തോന്നുന്നു. എന്താ സംഭവിച്ചത്? വല്ല വന്യമൃഗങ്ങളും കാറിന് വട്ടം ചാടിയോ? ജേക്കബ് അത് കേട്ടപ്പോൾ എന്തോ പറയാൻ തുടങ്ങി. പെട്ടെന്ന് നിരഞ്ജന്റെ നേരെ അയാളുടെ കണ്ണുകൾ ചെന്നു. നിസ്സംഗഭാവത്തിൽ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അയാൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. അതച്ചോ, പെട്ടെന്ന് കാർ ഓഫായി. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജേക്കബ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഹരി വേഗം തന്നെ ജേക്കബിന്റെ കാറിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു. കാർ സ്റ്റാർട്ടായി. ഒന്ന് ആക്സിലേറ്ററിൽ കാലമർത്തിക്കൊണ്ട് ഹരി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, കാർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ജേക്കബ് എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാൻ പോകട്ടെ, നിങ്ങൾ വന്നില്ല എങ്കിൽ ഞാൻ പെട്ടുപോയേനെ. അച്ചോ, ഞാൻ കോതമംഗലം വരുന്നുണ്ട്. ഒക്ടോബർ 1, 2 അല്ലേ കന്നിപ്പെരുന്നാൾ, അവിടെ വരുമ്പോൾ കാണാം. ജേക്കബ് കാറിൽ കയറി. പിന്നെ സ്റ്റാർട്ട് ചെയ്തു അലക്സിന്റെ കാറിന്റെ സൈഡിൽ കൂടി ഓടിച്ചു കൊണ്ടുപോയി. അയാൾ പോകുന്നത് നോക്കി നിന്ന ശേഷം ഹരി തിരിഞ്ഞ് നിരഞ്ജനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, എത്ര നാളായി ഒന്ന് കണ്ടിട്ട്? വാട്സപ്പ് ചാറ്റിംഗ് മാത്രമല്ലേ കുറച്ചു നാളായുള്ളൂ. ഞാൻ ഇവിടെയുണ്ട് എന്ന് ചാറ്റിൽ കൂടി അറിഞ്ഞു വന്നതാണോ നീ? നിരഞ്ജൻ ഹരിയുടെ തോളിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അതുമാത്രമല്ല, ഈ വഴി പോകുമ്പോൾ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ എൻ്റെ ഭാവി വധു പഠിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവളെയും കാണാമെന്ന് കരുതി പുറപ്പെട്ടതാണ്. ഹരി അലക്സിന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അലക്സ്, ഇവനും ഞാനും തമ്മിൽ റിലേഷനാണ്. എൻ്റെ ചിറ്റയുടെ മകനാണ് നിരഞ്ജൻ, സൂര്യകാലടി മനയിലെ ഇളയ പുത്രൻ. ഒരുമിച്ച് സ്കൂൾ കാലഘട്ടം, കോളേജ് ടൈമാണ് പിരിഞ്ഞത്. ഇടയ്ക്ക് വിശേഷ ദിവസങ്ങളിൽ കാണാറുണ്ട്. അലക്സ് നിരഞ്ജനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അലക്സ്, ഞാനും ഹരിയും കോളേജ് ഫ്രണ്ട്സ് ആണ്. നിരഞ്ജൻ ഇന്നിനി പോകുന്നുണ്ടോ വീട്ടിലേക്ക്? ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. ഹരി നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവനെ ഞാൻ വിടില്ല. ചിറ്റ വിളിച്ചാൽ ഞാൻ പറഞ്ഞുകൊള്ളാം. ഇനി എന്തായാലും റൂമിലേക്ക് പോകാം. ഞങ്ങൾ ഹോസ്റ്റൽ ഒന്ന് കാണാൻ വന്നതായിരുന്നു നിരഞ്ജൻ, ഇനി അത് പിന്നെയാകാം.
നീ ഞങ്ങളുടെ കാറിന്റെ പുറകെ പോരെ. സിറ്റിയിൽ തന്നെയാണ് റൂം, അവിടെ ചെന്നിട്ട് ബാക്കി സംസാരം. അലക്സും ഹരിയും അവരുടെ കാറിൽ കയറി. അവിടെ ഇട്ട് കാർ തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പുറകെ തന്നെ നിരഞ്ജന്റെ കാറും. രാത്രി സമയം 10 മണി കഴിഞ്ഞു. മേരിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. കയ്യിലെ വിരലുകളുടെ ഞൊട്ടൊടിച്ചുകൊണ്ട് അവർ ഫാനിലേക്ക് നോക്കിക്കിടന്നു. ലൈറ്റ് കെടുത്താൻ അവൾക്ക് പേടി തോന്നി. കട്ടിലിൽ ബൈബിളും കൊന്തയും എടുത്തു വെച്ചിരുന്നു. എന്തോ പ്രേതകഥ പോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയവർ തിരിച്ചു വരിക, അതും 2 പേർ. മേരി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് തിരിഞ്ഞു കിടന്നു. പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്തു. മേരി ഫോണിലേക്ക് നോക്കി. ജേക്കബ് ആണ് വിളിക്കുന്നത്. ഹലോ സാർ, എന്താ ഈ സമയം വിളിച്ചത്? രാവിലെ പോകണ്ടേ നമുക്ക്? ജേക്കബിന്റെ പരിഭ്രാന്തി കലർന്ന ശബ്ദം അവർ കേട്ടു. തനിക്ക് സംഭവിച്ചത് മുഴുവൻ അയാൾ മേരിയോട് പറഞ്ഞു. മേരി, നീ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നു. അവർ തന്നെയാണത്. 25 വർഷം മുൻപ് ഈ ലോകം വിട്ടുപോയവർ തിരിച്ചു വന്നിരിക്കുന്നു. നാളെ രാവിലെ തന്നെ നമ്മൾ പാഴൂർ പോകുന്നു. ബ്രഹ്മദത്തൻ തിരുമേനിയെ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഒരു തവണ അദ്ദേഹമല്ലേ സഹായിച്ചത്? ഞാൻ കാര്യങ്ങൾ ചെറുതായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ചെല്ലാൻ പറഞ്ഞു നാളെ തന്നെ. മേരി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. പോകാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല. എങ്കിൽ ഓക്കെ മേരി, ഞാൻ രാവിലെ തന്നെ അവിടേക്ക് എത്താം. ജേക്കബ് ഫോൺ കട്ട് ചെയ്തു. ഈ സമയം ഹോട്ടലിലെ റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു ഹരിയും നിരഞ്ജനും. ഞാൻ കാർ കിടക്കുന്നത് കണ്ട് എൻ്റെ കാർ ഒന്ന് സൈഡാക്കി അങ്ങോട്ട് ചെന്ന് നോക്കി. കാറിന്റെ ഉള്ളിൽ പേടിച്ചിരിക്കുന്ന ആളെ കണ്ട് ഫ്രണ്ട് ഗ്ലാസ് വഴി നോക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. കുറച്ചു മുൻപ് ഹോസ്റ്റലിൽ നിന്ന് പോയതാണ് അയാൾ, നിരഞ്ജൻ പറഞ്ഞു. ഹരി നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇയാൾ എന്തുകൊണ്ടാണ് കാർ അവിടെ ഇട്ടത്? കാർ നിന്നുപോയതാണോ അതോ നിർത്തിയിട്ടതാണോ അറിയില്ല. പക്ഷെ അയാൾ ശരിക്കും ഭയന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തോ മറയ്ക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്കും അലക്സ് അങ്ങോട്ട് വന്നു. ചാച്ചന്റെ വീട്ടിൽ പോയതായിരുന്നു അലക്സ്. എന്താ സംസാരം? ജേക്കബ് സാറിനെ കുറിച്ചാണോ? അലക്സ് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഹരി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ ആളെങ്ങനെയാണ്? ജെനുവിൻ ആണോ? അലക്സ് കസാരയിൽ ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ജേക്കബ് സാർ പഴയ ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. പാരമ്പര്യമായി സ്വത്തുള്ള ഫാമിലി. അങ്ങേരുടെ അപ്പച്ചൻ പോലീസായിരുന്നു. അതുപോലെ തന്നെ ജേക്കബ് സാറും. പക്ഷേ 40 വയസ്സായപ്പോൾ ജേക്കബ് സാർ ജോലി രാജിവെച്ച് ബിസിനസ് നോക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് സാർ എന്ന് ഇപ്പോഴും വിളിക്കുന്നത്. ഓരോന്ന് പറഞ്ഞിരുന്ന സമയം 1 മണിയായപ്പോൾ ഹരി പറഞ്ഞു. എന്നാൽ കിടക്കാം, രാവിലെ കുറച്ചധികം ജോലിയുണ്ട്. അലക്സ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഞാൻ ചാച്ചൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു പോയി. നിങ്ങൾ കിടന്നോ? ഞാൻ രാവിലെ എത്താം, അതുപോലെ ഹരി. അലക്സ് അവിടെ നിന്നിറങ്ങി. ഹരി നിരഞ്ജനോട് പറഞ്ഞു. നീ കിടന്നോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മെയിൽ ചെയ്യാനുണ്ട്. നിരഞ്ജൻ കട്ടിലിൽ കയറി കിടന്നുകൊണ്ട് പറഞ്ഞു. നീ കിടക്കുമ്പോൾ എന്നെ വിളിക്കണ്ട കേട്ടോ, രാവിലെ കാണാം. ഹരി ചിരിച്ചുകൊണ്ട് മേശയുടെ അടുത്ത് കിടന്നിരുന്ന കസാരയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞ് ഹരി നോക്കുമ്പോൾ നിരഞ്ജൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ നോക്കിക്കൊണ്ട് ഹരി എഴുന്നേൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് മേശയിലിരുന്ന ഒരു ബുക്ക് നിലത്തേക്ക് വീണു. ഹരി അതെടുത്ത് മേശയിൽ വെച്ചുകൊണ്ട് വീണ്ടും എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഗോമസ് ഫാദർ തന്ന പള്ളിയിലെ ആ ബുക്കിലുള്ള ഫോട്ടോയിൽ താൻ അടയാളപ്പെടുത്തിയ പെൺകുട്ടിക്ക് പുറകിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ എവിടെയോ കണ്ട പോലെ. ഹരി സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഹരി ഒന്ന് ഞെട്ടി. ഈ മുഖം, ഇത് നിരഞ്ജനല്ലേ? ഹരിയുടെ നെറ്റിയൊന്ന് വിയർത്തു. ഇതെങ്ങനെ സംഭവിക്കും? കറക്റ്റ് മുഖം, ഒരു മാറ്റവുമില്ല. പെട്ടെന്ന് വാതിൽ ആരോ തുറക്കുന്ന പോലെ ശബ്ദം കേട്ട് ഹരി തിരിഞ്ഞു നോക്കി. നിരഞ്ജൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുന്നു. ഹരി മെല്ലെ വിളിച്ചു. നിരഞ്ജൻ, എവിടെ പോകുന്നു ഈ സമയം? പുറത്തേക്കിറങ്ങിയ നിരഞ്ജൻ പെട്ടെന്നൊന്ന് നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ മെല്ലെ പറഞ്ഞു. ഇതാണ് എൻ്റെ സമയം. ഇനി അങ്ങോട്ട് എൻ്റെ സമയമാണ്. കസാരയിലിരുന്ന് ഹരി അത് കേട്ട് പകച്ചുകൊണ്ട് അവനെ നോക്കി. ഹരി കസാരയിൽ നിന്ന് എഴുന്നേറ്റ് മൊബൈൽ എടുത്തു. അപ്പോഴേക്കും നിരഞ്ജൻ അവിടെ നിന്ന് പോയിരുന്നു. ഒരു നിമിഷത്തെ അമ്പരപ്പ്
ഹരി അടുത്ത നിമിഷം ഡോർ അടച്ചുകൊണ്ട് പുറത്തേക്ക് കുതിച്ചു. നിരഞ്ജൻ ഏതോ ശക്തിയുടെ പിടിയിലായിരുന്നു. അപകടമാണ് മുന്നിൽ. പുറത്തെത്തിയ ഹരി ചുറ്റും നോക്കി. പെട്ടെന്ന് റോഡിൽ കൂടി അതിവേഗം നടന്നു നീങ്ങുന്ന നിരഞ്ജനെ കണ്ടു. ഹരി തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ എടുത്ത് അലക്സിന് ഫോൺ ചെയ്തു. കുറച്ച് റിംഗ് ചെയ്തു നിന്നതല്ലാതെ അലക്സ് ഫോൺ എടുത്തില്ല. ഹരി നിരഞ്ജന്റെ പുറകെ കുതിച്ചു. പക്ഷേ അസാധാരണ വേഗത്തിലായിരുന്നു നിരഞ്ജന്റെ നടത്തം. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് തെളിയാത്തൊരു ഭാഗത്ത് വെച്ച് പെട്ടെന്ന് നിരഞ്ജനെ കാണാതെയായി. ഹരി കിതച്ചുകൊണ്ട് റോഡിൽ നിന്ന് ഉറക്കെ വിളിച്ചു, നിരഞ്ജൻ. ഹരി മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വീടിന് മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെ ഹരി കണ്ടു. ഹരി മെല്ലെ നടന്നു ചെന്ന് നിരഞ്ജന്റെ മുന്നിൽ കയറി നിന്നു. ഹരിയുടെ നേരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു, നിന്റെ വംശം, സത്യം, ധർമ്മം ഇതിൽ വിശ്വാസമുള്ള ആളുകളല്ലേ? പിന്നെ എന്തിനാണ് കർമ്മങ്ങളിൽ ഇടപെടുന്നത്? ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമാണ് ഈ ലോകമെന്ന് നീ വിശ്വസിക്കുന്നോ? ജീവിച്ചിരിക്കുന്നവർ വളരെ കുറച്ച് മാത്രമുള്ളൂ ഭൂമിയിൽ. ബാക്കി ആളുകൾ എന്നെ മരിച്ചവരാണ്. അവരുടെ ശരീരം മാത്രമാണ് ഭൂമിയിലുള്ളത്. പിന്നെയുള്ളവർ മരണപ്പെട്ട് കഴിഞ്ഞും ഇവിടെ തന്നെ തുടരുന്നവരാണ്, എന്നെ പോലെ. നിരഞ്ജൻ ഒന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, കുറച്ച് ജോലി കൂടിയുണ്ട് ഞങ്ങൾക്കിവിടെ. മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് എല്ലാം പ്രകൃതിക്ക് മേലെ കുറ്റം ചാരി അധർമ്മം പ്രവർത്തിക്കുന്ന നീചജന്മങ്ങൾ. ഹരി മുന്നോട്ട് നടന്നു ചെന്നു. മനസ്സിൽ നരസിംഹമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിരഞ്ജന്റെ തോളിൽ പിടിച്ചു. പെട്ടെന്ന് നിരഞ്ജൻ ഹരിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവന്റെ തോളിലേക്ക് മയങ്ങി വീണു. ഹരി നിരഞ്ജനെ തൻ്റെ തോളിലേക്ക് ചാരി നിർത്തി. അവൻ്റെ ഫോൺ പെട്ടെന്ന് റിംഗ് ചെയ്തു. ഹരി ഫോൺ എടുത്തു. അലക്സ് ആയിരുന്നു വിളിച്ചത്. ഹരി, എന്താ? എന്തു പറ്റി? ഹരി അവനോട് കാര്യങ്ങൾ ചുരുക്കി വിവരിച്ചു. പിന്നെ കാറെടുത്ത് വേഗം വരാൻ പറഞ്ഞു. ഹരി അവിടെ കണ്ട ചെറിയൊരു കടയുടെ മുന്നിലെ ബെഞ്ചിലിരുന്നു. നിരഞ്ജൻ ഹരിയുടെ തോളിൽ ചാരിക്കൊണ്ട് കിടന്നു. കുറച്ചു കഴിഞ്ഞ് നിരഞ്ജൻ മെല്ലെ കണ്ണുകൾ തുറന്നു. ഹരി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇടയ്ക്ക് വെച്ച് നീ നടന്നു തളർന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നതാണ്, നീ മയങ്ങിപ്പോയി. എന്തായാലും അലക്സ് കാറും കൊണ്ട് ഉടനെ വരും. ഇനി അങ്ങോട്ട് നടക്കേണ്ട കാര്യമില്ല. നിരഞ്ജൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതെവിടെയാണ് സ്ഥലം? സമയം ഇപ്പോൾ എത്രയായി? ഹരി മൊബൈൽ നോക്കി. അടുത്ത നിമിഷമാണ് അവൻ ശരിക്കും അമ്പരന്ന് പോയത്. സമയം പുലർച്ചെ 5 മണി കഴിഞ്ഞു. ഹരി മുഖത്തുള്ള അമ്പരപ്പ് നിരഞ്ജൻ കാണാതെ പറഞ്ഞു, 5 മണി കഴിഞ്ഞു. നിരഞ്ജൻ എഴുന്നേറ്റ് കൈ ഉയർത്തി ഒന്ന് കറക്കിക്കൊണ്ട് പറഞ്ഞു, വല്ലാത്ത ക്ഷീണം. അലക്സ് വേഗം വന്നാൽ മതിയായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് അലക്സിന്റെ കാർ അവിടെ എത്തി. അലക്സ് കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ തന്നെ വന്നിരിക്കണം അല്ലേ? പുറകോട്ടൊന്ന് നോക്ക്. നിരഞ്ജനും ഹരിയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. വലിയ ഒരു പള്ളിപ്പറമ്പായിരുന്നു പുറകിൽ. കുറച്ചു മാറി ഒരു മുസ്ലിം പള്ളിയും. ഹരി അലക്സിനെ നോക്കി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു, അലക്സ്, ഞങ്ങൾ നടന്ന് തളർന്നത് കൊണ്ടാണ് തന്നെ ബുദ്ധിമുട്ടിച്ചത്. അലക്സ് കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, വേഗം കയറാൻ നോക്ക്, പോകാം. ഹരിയും നിരഞ്ജനും കാറിലേക്ക് കയറി. കാർ ഹോട്ടലിന്റെ മുന്നിലെത്തിയപ്പോൾ അലക്സ് പറഞ്ഞു, നിരഞ്ജൻ പോയി ഒന്ന് ഫ്രഷ് ആകൂ. ഞങ്ങൾ ചാച്ചന്റെ വീട്ടിൽ പോയിട്ട് വേഗം വരാം, ഓക്കെ? നിരഞ്ജൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം, നിങ്ങൾ പോയി വാ. അവൻ പോയി കഴിഞ്ഞ് അലക്സ് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താടാ സംഭവിക്കുന്നത്? നീ എന്നെ വിളിച്ചത് രാത്രി 1 മണിക്കായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴായിരുന്നു നിന്റെ കോൾ കാണുന്നത്. അതാണ് തിരിച്ചു വിളിച്ചത്. ഈ രാത്രി നിങ്ങൾ എന്തിനങ്ങോട്ട് പോയി? ഹരി സീറ്റിൽ ചാരി കിടന്നുകൊണ്ട് പറഞ്ഞു. അലക്സ്, തോമസ് ഫാദർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ എൻ്റെ അച്ഛനും എന്നെ വിളിച്ചിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. നമ്മൾ 25 വർഷം പിന്നോട്ട് നടന്നു തുടങ്ങിക്കഴിഞ്ഞു. ഫാദർ വിൻസെന്റ് വർഗീസിന് എന്താണ് സംഭവിച്ചത്? വർഷങ്ങൾക്ക് മുൻപ് നടന്നത് ഉരുൾപൊട്ടലായിരുന്നില്ല, അത് മനുഷ്യനിർമ്മിതി ദുരന്തമായിരുന്നു. അലക്സ് അമ്പരപ്പോടെ ഹരിയെ നോക്കിയിരുന്നു പോയി.
നിരഞ്ജൻ മാത്രമല്ല, അവൻ്റെ പെണ്ണും ഈ മണ്ണിലെത്തിയിട്ടുണ്ട്. ഹരി മുന്നോട്ടൊന്ന് ആഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. നിരഞ്ജൻ വിൻസെന്റ് ഫാദറിൻ്റെ പ്രിയ ശിഷ്യൻ്റെ പുനർജന്മമാണ്. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ആണ് യഥാർത്ഥ സംഭവങ്ങൾ. ഹരി അലക്സിനെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പകിടകൾ കളത്തിൽ മറിഞ്ഞു വരുമ്പോൾ ആ കണക്കുകൂട്ടലിൽ എൻ്റെ സ്നേഹിതൻ ഉണ്ടാവരുത്. അലക്സിൻ്റെ മുഖമൊന്ന് വിളറി. ഹരി സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് പറഞ്ഞു. കാർ സിറ്റിയിലേക്ക് പോകട്ടെ, ഓരോ ചായ കുടിക്കാം നമുക്ക്. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അലക്സിൻ്റെ മുഖം ശ്രദ്ധിച്ച ഹരി ചോദിച്ചു. അലക്സ്, ഞാൻ പറഞ്ഞത് നിനക്ക് ഫീലായോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുരുക്കുകൾ അഴിയാൻ പോകുകയാണ്. അതിൽ നിന്റെ ഫാമിലി ഉണ്ടാവരുത് എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ നിന്നെ ഞാൻ സംശയിച്ചിട്ടല്ല. അലക്സ് അത് കേട്ടപ്പോൾ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അപ്പൻ ഇതിൻ്റെ കൂടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഹരി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളുമായി ഒരു ബന്ധവുമില്ല. നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി, അതാണ്. ഹരി അലക്സിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എടാ സോറി, നമ്മൾ നടത്തുന്ന അന്വേഷണം ഏകദേശം അടുത്തെത്താൻ പോകുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അലക്സ് ആകാംക്ഷയോടെ അവനെ നോക്കി. അലക്സ്, നിരഞ്ജനും ഈ സംഭവത്തിൽ റോളുണ്ട്. അവൻ്റെ പുനർജന്മം ഇവിടെയായിരുന്നു, അതെനിക്ക് ബോധ്യമായി. പക്ഷേ പ്രതികാരത്തിനല്ല അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണോ അത് ലോകത്തിനു മുന്നിൽ തെളിയിക്കുക. ഒരു പക്ഷേ അവനോട് കൂടെ ആരോ ഒരാൾ കൂടിയുണ്ട്. എല്ലാം മറനീക്കി പുറത്ത് ഉടനെ വരും. അലക്സ് മുന്നിൽ കണ്ട ചെറിയ ഒരു തട്ടുകടയ്ക്ക് മുന്നിൽ കാർ നിർത്തിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും നടക്കുന്നത് മുഴുവൻ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിക്കൊണ്ട് ഹരി പറഞ്ഞു. ഒരാൾ കൂടി എത്തും ഉടനെ. അതുകൂടി കഴിഞ്ഞാകും എല്ലാവരും മറനീക്കി പുറത്തു വരിക. അലക്സും ഹരിയും തട്ടുകടയുടെ ബെഞ്ചിലിരുന്നു കൊണ്ട് ഓരോ കട്ടൻ കാപ്പി പറഞ്ഞു. രാവിലെ 9 മണിയോടെ മേരി ഹോസ്റ്റലിൽ നിന്നിറങ്ങി. സിറ്റിയിൽ നിന്ന് ഓട്ടോ പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഓട്ടോ എത്തി. മേരി അതിൽ കയറി കട്ടപ്പന സിറ്റിയിലേക്ക് പോയി. അവർ പോകുന്നത് നോക്കി നിന്ന് സുറുമി മുറിയിൽ ചെന്നുകൊണ്ട് കൂട്ടുകാരികളോട് പറഞ്ഞു. രാവിലെ തന്നെ മേട്രിൻ പോയല്ലോ. മുഖം ഭയങ്കര സീരിയസ് ആയിരുന്നു. അത് കേട്ടപ്പോൾ ആതിര പറഞ്ഞു. അവരുടെ മുഖം അല്ലേലും സീരിയസ് അല്ലേ, പിന്നെ എന്താ പുതുമ? അത് കേട്ടപ്പോൾ ഐശ്വര്യ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പോട്ടെ സുറുമി, നിന്റെ ഇക്കാക്കെ എവിടെ പോയി? വന്നില്ലല്ലോ. സുറുമി ബെഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അറിയില്ല, എന്തെങ്കിലും തിരക്ക് കാണും, അല്ലെങ്കിൽ വന്നേനെ. ഈ സമയം കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കാറിൽ ഇരിക്കുകയായിരുന്നു ജേക്കബ്. അയാൾ ഇടയ്ക്ക് തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ഹലോ മേരി, ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ട്. ഏതോ ബുക്ക് സ്റ്റാളില്ലേ അവിടെ? കുറച്ചു കഴിഞ്ഞ് ഓട്ടോയിൽ മേരി അവിടെ വന്നിറങ്ങി. ജേക്കബ് വേഗം തന്നെ ഡോർ തുറന്നുകൊണ്ട് അവരെ വിളിച്ചു. മേരി വന്ന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. ഡോർ അടച്ചുകൊണ്ട് ജേക്കബ് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക്. കാർ മുന്നോട്ട് നീങ്ങി. കട്ടപ്പന കഴിഞ്ഞപ്പോൾ മേരി ജേക്കബിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. തിരുമേനിയെ വിളിച്ചോ ഇന്നലെ? ജേക്കബ് റോഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിളിച്ചു, രാവിലെ ചെല്ലാൻ പറഞ്ഞു. മേരി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. തിരുമേനി എന്താകും പറയാൻ പോകുന്നത്? ആകെ ഒരു അസ്വസ്ഥത തോന്നുന്നു. ജേക്കബ് ഒന്നും മിണ്ടാതെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. 2 മണിക്കൂർ കൊണ്ട് അവർ പാഴൂർ ഇല്ലത്തെത്തി. ഡോർ തുറന്നിറങ്ങി ഇല്ലം നോക്കിക്കൊണ്ട് മേരി പറഞ്ഞു. എത്ര വർഷം കഴിഞ്ഞാലും ഇവിടെ മാത്രം ഒരു മാറ്റവുമില്ല. അന്ന് വന്ന് കണ്ടുപോയ അതേപോലെ തന്നെ. അവർ ഇല്ലത്തിൻ്റെ സൈഡിലുള്ള ചെറിയൊരു വീട്ടിലേക്ക് നടന്നു ചെന്നു. അവിടെ വരാന്തയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നത് കണ്ടു. ഒരു സൈഡിലായി അവർ ഇരുന്നു. ഈ സമയം ഹരിയും അലക്സും കൂടി നിരഞ്ജനെ റൂമിൽ ഇരുത്തിക്കൊണ്ട് തോമസ് ഫാദറിൻ്റെ അടുത്തേക്ക് പോയി. ഫാദർ ഒരു ഗസ്റ്റ് ഉള്ളത് കൊണ്ട് അവരെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹരിയും അലക്സും കൂടി ചെറിയ ഹാളിലിരുന്നു. അലക്സ് ഹരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. തോമസ് ഫാദർ നമുക്ക് ചിലപ്പോൾ സഹായമാകും. നിരഞ്ജനെ കാണുമ്പോൾ ഫാദർ എന്തു പറയുമെന്ന് നോക്കാം. ഹരി എന്തോ ചിന്തയിലായിരുന്നു. അലക്സ് അവൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു.
ഹരി, എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഹരി അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കേട്ടു. നിരഞ്ജൻ ആരായിരുന്നു എന്ന് തോമസ് ഫാദർ പറയും. പക്ഷേ എന്തോ ഒന്ന് മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന പോലെ തോന്നുന്നു. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയാൻ പോകുന്നു. അതിനിടയിൽ ഒരു മാർഗതടസ്സം ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ. അലക്സ് അവനെ നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. ആരെതിരെ വന്നാലും കുഴപ്പമില്ല. കരിമ്പനക്കുന്നും അതിൻ്റെ രഹസ്യങ്ങളും കണ്ടുപിടിച്ച് വിജയിക്കും നമ്മൾ. അല്ല, നിങ്ങളിരുന്ന് ബോറടിച്ചോ? സോറി, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു വന്നിരുന്നത്. തോമസ് ഫാദർ അവരുടെ ഓപ്പോസിറ്റ് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അലക്സ് ഫാദർ തോമസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫാദർ, ഞാനൊരു പിക്ക് കാണിക്കാം. അയാളെ ഫാദറിന് പരിചയമുണ്ടോ എന്ന് പറയണം. ഫാദർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അതിനെന്താ, പറയാമല്ലോ. ഫോട്ടോ കാണട്ടെ. അലക്സ് ഹരിയെ ഒന്ന് നോക്കി. ഹരി തൻ്റെ മൊബൈലിൽ നിന്ന് നിരഞ്ജന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇയാളെ കണ്ട് പരിചയമുണ്ടോ ഫാദർ? തോമസ് മൊബൈൽ വാങ്ങി തൻ്റെ കണ്ണട ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഫോട്ടോ നോക്കി. ഹരിയും അലക്സും തോമസ് ഫാദറിനെ ഇമചിമ്മാതെ നോക്കിയിരുന്നു. ഫാദർ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഫോൺ തിരിച്ച് ഹരിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് ജോൺ അല്ലേ? ജോൺ പോൾ. നിങ്ങൾ വരുമ്പോൾ അവൻ ഇവിടെ എൻ്റെ കൂടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. അല്ല, ജോണിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? തോമസ് ഫാദർ ചോദിച്ചത് കേട്ടപ്പോൾ ഹരിയും അലക്സും ഒന്ന് ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. ജോൺ പോൾ? അതാരാണ്? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കരിമ്പനക്കുന്ന് എന്ന ഹൊറർ ത്രില്ലർ സ്റ്റോറിയുടെ ബാക്കി അടുത്ത പാർട്ടിൽ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ ബാക്കിയുമായി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ ബൈ ബൈ.